പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളേവരും പ്രതീക്ഷിച്ചിരുന്ന IBPS പ്രൊബേഷണറി ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 12 പൊതുമേഖലാ ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇത് എല്ലാ വർഷവും നടത്തപ്പെടുന്ന പരീക്ഷയാണ്. അതിൻ്റെ വളരെയധികം വേക്കൻസികളുണ്ട്. ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തേക്കുന്ന വേക്കൻസികളേക്കാൾ കൂടുതൽ ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കുമ്പോൾ പല ബാങ്കുകളും NR എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നോൺ റിപ്പോർട്ടഡ് എന്നാണ്. അപ്പോൾ അവരുടെയും കൂടെ റിപ്പോർട്ടുകൾ, അവരും കൂടെയൊക്കെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേക്കൻസികൾ സ്വാഭാവികമായും നല്ലപോലെ വർദ്ധിക്കും. എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രയത്നിച്ച് ജോലി നേടുക. ഈ പരീക്ഷാ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നത് നിങ്ങൾക്ക് 21/8 ഓഗസ്റ്റ് 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അവസാന നിമിഷം വരെ അപേക്ഷ മാറ്റിവെക്കരുത്. എത്രയും പെട്ടെന്ന് അപേക്ഷകൾ സമർപ്പിക്കുക. അവസാന നിമിഷത്തെ നെറ്റ്വർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒഴിവാക്കുക. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും, ഒരു മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാകും, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ 2024 നവംബറിലാണ് മെയിൻസ് പരീക്ഷ നടക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ്. ഏപ്രിൽ 2025 നിങ്ങൾക്ക് ജോബ് കാർഡും ലഭിക്കും. നോക്കൂ, എന്ത് കൃത്യതയോടെയാണ് ബാങ്ക് പരീക്ഷകൾ നടത്തുന്നതെന്ന്. ഇതുതന്നെയാണ് ബാങ്ക് പരീക്ഷകളുടെ എക്കാലത്തെയുമുള്ള അട്രാക്ഷനും. പരീക്ഷ എന്ന് നടത്തുന്നു, എത്ര വേക്കൻസിക്കായി നടത്തുന്നു എന്നൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടി ജോബ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടും. എല്ലാം സുനിശ്ചിതമാണ്. ഇനി പരീക്ഷയുടെ മറ്റ് വിശേഷങ്ങൾ. ഒന്ന്, നമ്മളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റിയെക്കുറിച്ചാണ്. 20 വയസ്സ് മിനിമം, 30 വയസ്സ് മാക്സിമം. അപ്പോൾ 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് പരീക്ഷ എഴുതാവുന്നത്. അത് തന്നെ 2/8/94 1/8/2004 ഈ കാലയളവിൽ ഈ 2 ദിവസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനിച്ചവരായിരിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കും. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 കൊല്ലം, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് 3 കൊല്ലം, അങ്ങനെ പോകുന്നു. അപ്പോൾ അതെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ടുണ്ട്. IBPS.in വിസിറ്റ് ചെയ്യുക. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഇതിനെക്കുറിച്ചാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്കൊരു സംശയമുണ്ടാകുന്നത്. ബിടെക്കാർക്ക് പരീക്ഷ എഴുതാമോ? പെർസെൻറ്റേജ് മാർക്ക് എനിക്ക് 50% ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ബിടെക്കുകാർക്കെന്നല്ല, UGC അംഗീകരിച്ച ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്ത എല്ലാവർക്കും, പാസ്സായ എല്ലാവർക്കും പരീക്ഷ എഴുതാം. ആർക്കും പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് പരീക്ഷ എഴുതാം. നിങ്ങളുടെ റിസൾട്ട് 21/8/2024, അതായത് പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതിയായ 21/8/2024 ഡിഗ്രി റിസൾട്ട് വന്നിരിക്കണം. അതാണ് ഏക കണ്ടീഷൻ. ഇനി പ്രിലിംസ് പരീക്ഷയെക്കുറിച്ച് പറയാം. പ്രിലിംസ് പരീക്ഷയ്ക്ക് 100 ചോദ്യം, 100 മാർക്ക്, 60 മിനിറ്റ് സമയമാണ്. 20 മിനിറ്റിൻ്റെ 3 ബ്ലോക്കാണ്, സെപ്പറേറ്റ്ലി ടൈംഡാണ്. ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ഇംഗ്ലീഷ് 30 ചോദ്യം, 30 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യം, 35 മാർക്ക്. റീസണിങ് 35 ചോദ്യം, 35 മാർക്ക്. എല്ലാം സെപ്പറേറ്റ്ലി ടൈംഡാണ്. അപ്പോൾ ഇതൊരു എലിമിനേഷൻ ടെസ്റ്റായിട്ടേ കരുതാവൂ. ഇതിൽ അവരെ മെയിൻസ് പരീക്ഷയ്ക്ക് വിളിക്കും. മെയിൻസ് പരീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബറിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഏതാണ്ട് 3 മാസത്തോളം സമയമുണ്ട്. നന്നായി പഠിച്ചെടുക്കാം. മെയിൻസ് ആകുമ്പോൾ പരീക്ഷയുടെ സ്വഭാവം മാറും. അതിന് 4 ടോപ്പിക്കുകളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ചോദ്യം, 60 മാർക്ക്. ജനറൽ ഇക്കോണമി ആൻഡ് ബാങ്കിങ് അവയർനെസ് 40 ചോദ്യം, 40 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ചോദ്യം, 40 മാർക്ക്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 35 ചോദ്യം, 60 മാർക്ക്.
അപ്പോൾ 155 ചോദ്യങ്ങളാണുള്ളത് 200 മാർക്കിന്. 3 മണിക്കൂറാണ് പരീക്ഷ. ഇതിൻ്റെ സമയമൊക്കെ സെപ്പറേറ്റ്ലി ടൈംഡ് ആണ്. റീസണിങ്ങിന് 60 മിനിറ്റ്, ജനറൽ അവയർനെസ് 35 മിനിറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മിനിറ്റ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷന് 45 മിനിറ്റ്. ഇങ്ങനെയാണ് പരീക്ഷയുടെ സമയം നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഒരു ലെറ്റർ റൈറ്റിംഗും ഉണ്ട്. അതിന് 2 ചോദ്യങ്ങളാണുള്ളത്, 25 മാർക്കാണ്. അത് ഇംഗ്ലീഷിലാണ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ ഉള്ളത്. അതിന് 30 മിനിറ്റ് സമയം തരുന്നു. ഇതും നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് പരീക്ഷയെക്കുറിച്ചുള്ള സംക്ഷിപ്ത വിവരം. വിശദമായ വിവരങ്ങളൊക്കെ www.ibps.in വിസിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. നന്നായി പഠിക്കുക. വെറുതെ പോയി എഴുതിയാൽ പരീക്ഷ ജയിക്കുമെന്ന തോന്നൽ ആർക്കും ഉണ്ടാകരുത്. വളരെയധികം മത്സരബുദ്ധിയോടെ പഠിച്ചാൽ മാത്രം കിട്ടാവുന്ന ജോലിയാണ് ഇത്. ഒരു ക്ലാസ് 1 ഓഫീസർ ജോലി വളരെ ചുരുങ്ങിയ സമയം, ഒരു ഏപ്രിൽ 25 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ എ ഇയർ, ഒരു 9 മാസത്തിനുള്ളിൽ ഒരു ക്ലാസ് 1 ഓഫീസർ ജോലി ലഭിക്കാനുള്ള, ഒരു ഓൾ ഇന്ത്യ സർവീസ് ലഭിക്കാനുള്ള അവസരമാണ്. നന്നായി പഠിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.